ആ കാലഘട്ടത്തിലാണ് എൻ്റെ പിതാവ് MESൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പുറത്തോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലക്ക് ഇത് പുറത്തോട്ടെടുക്കുന്നത്. അങ്ങനെ മദ്രാസിലെ കോൺഫറൻസ്, ബോംബെയിലെ കോൺഫറൻസ്, അഖിലേന്ത്യാ കോൺഫറൻസ്, പട്നയിൽ അഖിലേന്ത്യാ കോൺഫറൻസ് തൊട്ടിട്ട് അവസാനം അത് ന്യൂഡൽഹി വരെ അദ്ദേഹം 7 or 8 കോൺഫറൻസുകൾ വടക്കേ ഇന്ത്യയിൽ തന്നെ നടത്തി. അതിലൂടെയാണ് ഇന്ത്യയിൽ മൊത്തം ഈ വിദ്യാഭ്യാസത്തിൻ്റെ സന്ദേശം പടരുകയും അതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ പ്രദേശത്തും പ്രാദേശികമായിട്ടുള്ള വിദ്യാഭ്യാസ സംഘടനകൾ വളരെ, ഉദാഹരണമായിട്ട് അല്ലമീൻ സൊസൈറ്റി, ഡോക്ടർ മുംതാസ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിലുള്ള അല്ലമീൻ, അവർ വളർന്ന് പന്തലിച്ച് ഇപ്പോൾ മെഡിക്കൽ കോളേജ് മറ്റുമൊക്കെയായി. അതേമാതിരി തന്നെ ഹൈദരാബാദിൽ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വന്നു, അവർക്കും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ആയി. അപ്പോൾ ഇതിലൊക്കെ പിതാവിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഏറ്റവും വലിയ ആ കാലഘട്ടം നടന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ 70കളിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 70കളിലെ സംഭവങ്ങളിൽപ്പെട്ട ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ഒരു വലിയ വിദ്യാഭ്യാസ വളർച്ച കേരളത്തിന് പുറത്തോട്ട് പോയത്. ഇന്നിപ്പോൾ ചുരുക്കി അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള, മഹാരാഷ്ട്ര ആൻഡ് കർണാടക, ഈ അറ്റ്ലീസ്റ്റ് 5 സംസ്ഥാനങ്ങളിലെങ്കിലും മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു പുരോഗതിയിലോട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും എൻ്റെ പിതാവിൻ്റെയും MESൻ്റെയും പ്രത്യേകിച്ച് അവിടെ നടത്തിയ വലിയ വിദ്യാഭ്യാസ കോൺഫറൻസ്, ആ കോൺഫറൻസുകളിൽ കാര്യപ്പെട്ട എല്ലാ പ്രസിഡൻറ്റുമാരായ സക്കീർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഗ്യാനി സൈൽ സിംഗ്, ഇന്ദിരാഗാന്ധി തൊട്ടിട്ട് ഇന്ത്യയിലെ രാജീവ് ഗാന്ധി തൊട്ടിട്ടുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും പങ്കെടുത്ത വലിയ കോൺഫറൻസുകൾ MES ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തും വിദ്യാഭ്യാസം പടരുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. MES എന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ SNDP, NSS തുടങ്ങിയ സംഘടനകളിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അതേമാതിരി തന്നെ പ്രത്യേകിച്ച് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ പഠിച്ചത് തന്നെ ക്രൈസ്തവ വിദ്യാലയങ്ങളാണെന്നുള്ളത്. ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളും ഭയങ്കരമായിട്ട് MESനെ സ്വാധീനിച്ചിട്ടുണ്ട്. മുമ്പ് ഒരിക്കൽ സഹോദരൻ അയ്യപ്പൻ എൻ്റെ വല്യച്ഛനെ കാണാൻ ചെന്നു. വല്യച്ഛൻ്റെ ജ്യേഷ്ഠൻ, അതായത് മണപ്പാട് കുഞ്ഞുമാജീനെ. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ഇടപഴകലിൻ്റെ ഭാഗമായിട്ട് കൂടെ ഈ SNDP മറ്റുള്ള ബന്ധങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സഹോദരൻ അയ്യപ്പൻ്റെ മകൾക്ക് വല്യമ്മയുടെ പേരായിട്ടിരിക്കുന്നത് ഐഷാന്ന്. അത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുമാതിരി തന്നെ ശ്രീനാരായണ ഗുരു ആലുവയിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം എൻ്റെ മാതാവിൻ്റെ പിതാവിനെ കാണാനായിട്ട് ചെല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായിട്ടൊക്കെ ഉള്ള അടുത്ത ബന്ധം, ആ ബന്ധം കൂടി ഈ ഇത് സംഘടന ഉണ്ടാക്കാനായിട്ടുള്ള സഹായം ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി തന്നെ NSSനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പിതാവായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. കടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ളയും കളത്തിൽ വേലായുധൻ നായരും ഒക്കെ ആയിട്ട് അദ്ദേഹം വളരെ അടുപ്പം വച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ മന്നത്ത് പത്മനാഭൻ അടക്കമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളും അവരുടെ സ്വാധീനങ്ങളൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സംഘടന തുടങ്ങുന്നത്. ഈ സംഘടന നമ്മൾ പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്, ഇത് കുറച്ച് ആൾക്കാർ കൂടിയിട്ടുള്ള ചെറിയ ട്രസ്റ്റാണെന്ന്. അങ്ങനെയല്ലത്. ഇത് വെറും 1000 രൂപ മാത്രമേ ഇതിന് മെമ്പർഷിപ്പ് ഉള്ളൂ. അങ്ങനെ ആയിരക്കണക്കിന് മെമ്പർമാർ നൽകിയിട്ടുള്ള പണം കൊണ്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇതിന്ന് ഒരൊറ്റ പൈസ പോലും ആർക്കും റെമ്യൂണറേഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ ആയിരക്കണക്കിന് മെമ്പർമാരെ ചേർത്തുകൊണ്ട് ഒരു സംഘടിതമായിട്ട്, ഉദാഹരണമായിട്ട് CPMൻ്റെ മായത്തെ ഒരു സെറ്റപ്പാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മെമ്പർമാരുടെ എണ്ണം CPMനോട് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിൽ കൂടി സെറ്റപ്പ് അതുമാതിരിയാണ്. അതായത് ആദ്യം ഒരു ലോക്കൽ കമ്മിറ്റി, 3 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ലോക്കൽ കമ്മിറ്റിയുടെ ഇലക്ഷൻ ഉണ്ടാവും, അതിനുശേഷം ജില്ലാ കമ്മിറ്റിയുടെ ഇലക്ഷൻ ഉണ്ടാവും, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ ഇലക്ഷൻ ഉണ്ടാവും. അതിനുശേഷമാണ് സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കുകയും ഓഫീസ് ബെയറേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഏകദേശം പോളിറ്റ് ബ്യൂറോ ശൈലിയിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിൻ്റെ തീരുമാനങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നത്. സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ഥാപനങ്ങൾ നടത്തുന്നത് മുഴുവൻ നോമിനേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റീസാണ്. അപ്പോൾ ഒരു എലക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി വരിക ഒരു പാർട്ടി സിസ്റ്റമായി തന്നെ. എന്നിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി 3 കൊല്ലത്തേക്ക് തുടരുമ്പോൾ ആ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ 150ഓളം വരുന്ന MES സ്ഥാപനങ്ങൾ. അപ്പോൾ പൂർണ്ണമായിട്ടൊരു ജനാധിപത്യ രീതിയിലാണ് ഈ സംഘടന കൊണ്ടുനടക്കുന്നത്. ഇതിന് ആനുവലായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട്, അതേമാതിരി തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്. അങ്ങനത്തെ എന്തൊക്കെ തരത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളുണ്ടോ ആ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഘടനയാണത്. അതുമാത്രമല്ല, മറ്റുള്ള പല സംഘടനകളും മാതിരിയല്ല ഈ സംഘടനയ്ക്ക് കേരളം മുഴുവൻ പ്രാതിനിധ്യമുണ്ട്.
ഉദാഹരണം തിരുവനന്തപുരത്ത് സ്കൂളുണ്ട്, കൊല്ലത്ത് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, കോട്ടയത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, പിന്നെ മലബാറിലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിമുകൾ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി കൊച്ചി, മലബാർ 3 മേഖലകളിലും MES പടർന്നു നിൽക്കുന്നുണ്ട്. അതേമാതിരി തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്നിരുന്ന സംഘടനയാണ്. അതിൻ്റെ മറ്റേ വിമൻസ് വിങ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കോഴിക്കോട്ടുള്ള വിമൻസ് കോളേജ്. അന്ന് എൻ്റെ മദർ അതിൻ്റെ വനിതാ വിങ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ മദറും ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന കമറുന്നീസ അൻവർ അടക്കമുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഓടി നടന്ന് ഉണ്ടാക്കിയതാണ് ഈ വനിതാ കോളേജ്. കമറുന്നീസയെ പറ്റി പറയുമ്പോൾ ഒരു വാക്കാണ് കൂടുതൽ പറയാം. കമറുന്നീസ അൻവർ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് അല്ലായിരുന്നു. അവർ MES വനിതാ വിങ് പ്രസിഡൻ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് കോഴിക്കോട് നിയോജകമണ്ഡലത്തിൽ അസംബ്ലി നിയോജകമണ്ഡലത്തിലേക്ക് ഒരു വനിതയെ വേണം എന്ന് പറഞ്ഞപ്പോൾ MESൽ നിന്ന് ലോൺ കൊടുത്തതാണ് കമറുന്നീസ. ഇപ്പോൾ അവർ വനിതാ ലീഗിൽ വളരെ സജീവമാണ്, ഞങ്ങളുടെക്കാട്ടും കൂടുതൽ സജീവമാണ് അവർ. അപ്പോൾ MESൽ നിന്ന് ആണ് ഒരു വനിതയെ അവർക്ക് കിട്ടിയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കണം. അതിന് ശേഷം മുസ്ലിം ലീഗ് ഒരു വനിതയെ നിർത്തിയിട്ടുമില്ല, അസംബ്ലിയിലോട്ട് നിർത്തിയിട്ടുമില്ല. അപ്പോൾ അതേമാതിരി തന്നെ വേറെ ഒരു വനിതയുടെ കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MES സ്കൂളിൽ പഠിച്ച, രാജാ സ്കൂളിൽ പഠിച്ച് MES മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുള്ള അദീല അബ്ദുള്ള എന്ന പെൺകുട്ടി ഇന്ന് IAS എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ സബ് കളക്ടറായിട്ട് മലപ്പുറത്തുണ്ട്. അവരടുത്ത് കളക്ടറാവും. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു സംഘടനയാണത്. അതേമാതിരി തന്നെ MESൻ്റെ വേറെ കാര്യം പറയാനുള്ളത്, ഇവിടെ എയ്ഡഡ് മേഖല മാത്രം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് CBSE സ്കൂളുകളുടെ ശൃംഖല ആദ്യം കെട്ടിപ്പടുത്തത് MES ആണ്. അത് SNDPക്ക് NSSനും ഇല്ല. ഞങ്ങൾക്കിവിടെ തിരൂര്, താനൂര്, പുത്തനത്താണി, മറ്റേ കുറ്റിപ്പുറം, വളാഞ്ചേരി, പട്ടാമ്പി അങ്ങനെയുള്ള ഈ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള മലബാറിലെ എല്ലാ സ്ഥലങ്ങളിലും CBSE സ്കൂളുകളുണ്ട്. ആ CBSE സ്കൂളുകളിൽ അധിക സ്കൂളുകൾക്ക് 100% വിജയമുണ്ട്. ആ എല്ലാ CBSE സ്കൂളും കോ എഡ്യൂക്കേഷനാണ്. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല. അതായത് സർക്കാരിൻ്റെ പലപ്പോഴും ഈ നമ്മുടെ എന്താ പറയുക ഒരു കുപ്രചരണം നടക്കാറുണ്ട്. എന്താണ് അതിനെന്താ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് എന്താ ഇവർ എയ്ഡഡ് കോളേജിലും സ്കൂളിലും കോഴ വാങ്ങിച്ച അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അതിലല്ലേ ഇത് ചെയ്യുന്നതെന്നാണ്. അങ്ങനെയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡ് സ്ഥാപനങ്ങൾ 7 കോളേജും 10ഓളം സ്കൂളും മാത്രമേ ഉള്ളൂ എയ്ഡഡ്. ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്വയപ്രവർത്തനം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്വയാശ്രയ കോളേജുകളും CBSE സ്കൂളുകളും ഒക്കെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ എയ്ഡ് ഇല്ലാതെ തന്നെ സ്വന്തം പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിന് തെളിവാണ് MESൻ്റെ മെഡിക്കൽ കോളേജും MESൻ്റെ എഞ്ചിനീയറിംഗ് കോളേജും. അതേമാതിരി തന്നെ MESൻ്റെ എയ്ഡഡ് ആയിട്ടുള്ള 7 കോളേജുകൾക്കും ഇപ്പോൾ NAC അക്രഡിഷൻ A കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഇവർക്കെല്ലാം സർക്കാർ സ്വയംഭരണം കൊടുക്കാനായിട്ടുള്ള തീരുമാനം നൽകിയിട്ടുണ്ട്. അല്ല, അതിൻ്റെ ലിസ്റ്റിലുണ്ട്, കൊടുത്തിട്ടില്ല. അതിന് അപ്ലൈ ചെയ്യുക. കാരണം A ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലേറ്റവും ഞങ്ങൾക്ക് സന്തോഷമുള്ളതെന്ന് വെച്ചാൽ 32ഓളം സ്ഥാപനങ്ങൾക്കാണ് സർക്കാരിൻ്റെ ഒരു ശുപാർശ ഉള്ളത്. അതിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ 23-24 സ്ഥാപനം കഴിച്ചാൽ ബാക്കി 5-6 ഏറ്റവും അധികം സ്ഥാപനമുള്ളത് MESൻ്റെയാണ്. അപ്പോൾ സ്വയംഭരണത്തിൻ്റെ കാര്യത്തിലും MES മുൻപന്തിയിൽ നിൽക്കുകയാണ്, സ്വയാശ്രയത്തിൻ്റെ കാര്യത്തിലും MES മുൻപന്തിയിൽ നിൽക്കുകയാണ്, CBSEയുടെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മേഖലകളും CBSE മേഖല, ICSE മേഖല, എയ്ഡഡ് സ്കൂൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് എയ്ഡഡ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അൺഎയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ്, ഇപ്പോൾ സ്വയംഭരണം, എല്ലാ മേഖലയിലും MES പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. MESന് ആകെ ഒരു ദുഃഖം എന്ന് വെച്ചാൽ MESന് ഒരു യൂണിവേഴ്സിറ്റി കിട്ടേണ്ടതിനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു എന്താ നമ്മൾ പറയുക ഡീംഡ് യൂണിവേഴ്സിറ്റി. പക്ഷേ അവർ ഡീംഡ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ കൊടുക്കാത്തത് കാരണം ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് MESനായിരിക്കും കിട്ടേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേമാതിരി തന്നെ ആസ്തികളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 50 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഏകദേശം 7000 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കി. ആനുവൽ ബഡ്ജറ്റ് MESൻ്റെ 350 കോടി രൂപയാണ്. അതായത് ഏകദേശം NSSൻ്റെ SNDPയുടെ ഒക്കെ ഒരു 2-3 ഇരട്ടിയായിട്ടാണ് അത് വരുന്നത്. അതിന് ഇത് ഇരട്ടിയാവാനുള്ള കാരണം അവരുടെ എല്ലാ സ്ഥാപനങ്ങളും എയ്ഡഡ് മേഖലയിലാണ്, ഞങ്ങളുടെ സെൽഫ് ഫിനാൻസിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അതിൻ്റെ വരുമാനം കൂടുതൽ കാണും സെൽഫ് ഫിനാൻസിങ്ങിൽ. അപ്പോൾ ആ നിലക്ക് ഒരു 50 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. ഞങ്ങളിപ്പോൾ 1 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ 1 ലക്ഷം വിദ്യാർത്ഥികളിൽ ഏകദേശം 60,000 വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ്. ആ 60,000 വിദ്യാർത്ഥികളിൽ 35,000-നും 40,000-നും ഇടയിൽ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് യാഥാസ്ഥിക വിഭാഗത്തിന്
നോടുള്ള ഞങ്ങളുടെ മറുപടിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഇത് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാൻ പോകണ്ട, അവർ ജോലിക്ക് പോകണ്ട എന്ന് വിശ്വസിക്കുന്ന അവരെ വെച്ചാൽ മുഖം മറച്ച ഒരു സ്ഥലത്ത് ഇരുത്തണം, ഒരു മൂലക്കിൽ ഇരുത്തണം എന്നൊരു വിഭാഗം ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് മറുപടിയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. നമ്മൾ കാരണം അവിടെ ഞങ്ങൾക്ക് പഠിക്കാൻ വിദ്യാർത്ഥിനികളെ കിട്ടാണ്ട് ആ വിദ്യാർത്ഥിനികളെ പഠിച്ച് മുന്നോട്ട് പോയി IAS വരെ നേടുന്നു. അവർ വലിയ വലിയ പോസ്റ്റുകളിൽ സർക്കാരിൽ വരുന്നു, വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറായിട്ടൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ദൗത്യം ഒരു വിജയമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1971 ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ജോയിൻ ചെയ്തു. അങ്ങനെ 71-72 ആയപ്പോൾ ഒരു മഹാസംഭവം ഉണ്ടായി. അതാണ് ഫീസ് ഏകീകരണ സമരം. അന്ന് ഈ നമ്മുടെ ഇന്നത്തെ എയ്ഡഡ് കോളേജുകളൊക്കെ അവർ മാനേജർമാരെന്ന് പറയുക അവർ നടത്തിയിരുന്ന കോളേജുകൾ അവർക്ക് ഇഷ്ടമുള്ള ഫീസ് പിരിക്കുക, വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപകർക്ക് ഇഷ്ടമുള്ള ശമ്പളം നൽകുക, ആ സ്കീമായിരുന്നു. ആ സ്കീമിനെതിരായിട്ട് അന്ന് വളരെ ശക്തമായിരുന്നു ക്യാമ്പസുകളിൽ വലിയ ശക്തമായിട്ടുള്ള ഒരു ഫോഴ്സ് അന്ന് KSU ആയിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാർ ഇന്നെല്ലാം വലിയ പ്രഗത്ഭരായി പോയിട്ടുള്ള ആൾക്കാരാണ്. AK ആൻ്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ, VM സുധീരൻ, ഇവരൊക്കെ നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് നിന്നിരുന്നത്. അതുമാതിരി തന്നെ അന്ന് ഈ KSU ഒരു വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. ഇപ്പോഴും സെക്കുലർ തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അന്നത്തെ ഈ വാൾ പോസ്റ്ററിലുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ നമ്മെ നയിക്കും. 3 ക്രിസ്ത്യാനികളാണ്. ആരും ചോദിച്ചിട്ടില്ല ഇതെന്താ 3. ഇന്നാണ് അങ്ങനെയല്ല പറയുക. ഇന്ന് പറയുന്ന ഒരു നായർ വേണം, ഒരു ക്രിസ്ത്യാനി വേണം, ഒരു മുസ്ലിം വേണം, ഇതല്ല. അതിൻ്റെ അടിയിൽ എന്തേലേ MA ജോൺ നമ്മെ നയിക്കും, പരിവർത്തനവാദികൾ. അന്ന് MA ജോണാണ് വിമതൻ. ഇവരെല്ലാവരും അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സുവർണ്ണ കാലഘട്ടമാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ KSU ഒരു സമരം അയച്ചു വിട്ടു വിദ്യാഭ്യാസ രംഗത്ത്, ഫീസ് ഏകീകരണ സമരം എന്ന് പറഞ്ഞിട്ട്. ആ സമരം നടക്കുമ്പോൾ VM സുധീരനാണെന്ന് KSU പ്രസിഡൻറ്റ്, മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയാണ്. അതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ വലിയ സമരം നടക്കുകയും MESൻ്റെയും SNDPയുടെ NSSൻ്റെയൊക്കെ കോളേജുകൾ അടച്ചുവിടുകയും അവിടെയൊക്കെ വലിയ സമരം അരങ്ങേറുകയൊക്കെ ചെയ്തിട്ട് അവസാനം അധ്യാപകർ സമരത്തിന് വന്നു. കാരണം അധ്യാപകരെ സാലറിയുടെ പ്രശ്നം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അധ്യാപക സമര ഫീ എന്ന് പറഞ്ഞാൽ അവർ ഒരു സമരത്തിലോ അവരും രംഗത്ത് വന്നു. അങ്ങനെ അവസാനം ഇതിനൊരു ഒരു ഒത്തുതീർപ്പുണ്ടായി. ഒത്തുതീർപ്പിൻ്റെ പേരാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റ്. ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. 80% വിദ്യാർത്ഥികളെ സർക്കാർ മെറിറ്റ് പ്രകാരം ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. 20% സീറ്റ് മാനേജ്മെൻറ്റിന് കിട്ടും. അത് മാനേജ്മെൻറ്റ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. അധ്യാപക നിയമനം ഒരു കമ്മിറ്റിക്ക് വിട്ടു. ആ കമ്മിറ്റിയിൽ സർക്കാരിൻ്റെ നോമിനി, യൂണിവേഴ്സിറ്റിയുടെ നോമിനി, മാനേജ്മെൻറ്റിൻ്റെ നോമിനികളുണ്ടാവും. പക്ഷേ സാലറി അധ്യാപക സർക്കാർ കൊടുക്കും. അതാണ് ഇന്നത്തെ എയ്ഡഡ് മേഖലയിലെ വ്യവസ്ഥകൾ ഉണ്ടായത് 1972 ആ കാലത്ത്. ആ സമരങ്ങളുടെ ഭാഗമാണ്. 72-73 ഉണ്ടായത്. അതിൻ്റെ പേര് ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റ്. അപ്പോൾ അതിൽ വളരെ സജീവമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചു എൻ്റെ പിതാവ്. കാരണം അദ്ദേഹമാണ് അവസാനം SNDPയും ഇതിനും ഒത്തുതീർപ്പിന് തയ്യാറായി ഈ വ്യവസ്ഥകളുടെ പേരിൽ. പക്ഷേ NSSും KCBCയും ഒത്തുതീർപ്പിന് തയ്യാറായില്ല. അവസാനം അവരെല്ലാവരും കൂടെ പ്രഷറൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ ഒത്തുതീർപ്പിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ സിസ്റ്റം. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ തകരാറ് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഫ്രീ ആയിട്ട് പഠിക്കുന്നു. പക്ഷേ എങ്ങനെ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടുപോകും എന്ന് ചോദിച്ചാൽ അതിന് വളരെ ഉള്ളിൽ കൂടെ ഒരു ഉത്തരവുണ്ട്. ഉത്തരം എന്താണ്? അധ്യാപക നിയമനത്തിലെ കാശ് വാങ്ങുക. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവം ഇതാണിത്. ഏറ്റവും പണക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയും ഫ്രീ ആയിട്ട് പഠിക്കും. ഉദാഹരണമായിട്ട് ഞാൻ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പൈസ പോലും ഫീസില്ല. എൻ്റെ പിതാവിന് അന്ന് കാലത്ത് ഇംബാല എന്ന് പറഞ്ഞൊരു കാറുണ്ടായിരുന്നു. ഷവർലയുടെ ഭയങ്കര വലിയ ഒരു കാർ, ഇംബാല കാർ. അതിലാണ് ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത്, അത് കോളേജിൽ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തം കാറുണ്ട്. ഞാൻ സ്വന്തം കാറിലാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് പഠിക്കുന്നു. എന്ത് ബേസിലാണ് ഞാൻ ഫ്രീ ആയിട്ട് പഠിക്കുന്നു? ഞാൻ മെറിറ്റിൽ കടന്നുകൂടി മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പഠിക്കുന്നു. പക്ഷേ മലബാർ ക്രിസ്ത്യൻ കോളേജ് എങ്ങനെ നടത്തുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട അധ്യാപകൻ്റെ നിയമനത്തിന് കിട്ടിയ കാശ് കൊണ്ടാണ് അത് നടത്തുന്നത്. ഈ വഷളായിട്ടുള്ള രീതി ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇത് തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപക നിയമനത്തിൽ കോഴയും പണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ സാമൂഹ്യ നീതിക്ക് നിരീക്കാത്ത രീതിയിൽ അവർ ഫീസൊന്നും കൊടുക്കാതെ അവർ പഠിക്കുന്ന രീതിയാണ്. ഉദാഹരണം, ഇന്നൊരു പണക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് 2-3 കൊല്ലം അവിടെ ഇരുന്നിട്ട് പഠിച്ചിട്ട്
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 25,000 രൂപ ഫീസുള്ളൂ ആ കുട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ സബ്സിഡി? അതുകൊണ്ട് MESന് ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡുള്ള എന്താണെന്ന് വെച്ചാൽ അധ്യാപക നിയമനം PSCക്ക് വിടുകയും വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് വാങ്ങുകയും ചെയ്ത് നടത്തണമെന്നുള്ളതാണ്. സർക്കാർ ശമ്പള അധ്യാപകന് കൊടുത്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അധ്യാപകന ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഫീസ് വാങ്ങുമ്പോൾ പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കാം. ആ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് ഇത്ര ശതമാനം എന്നുള്ളത് മാനേജ്മെൻറ്റ് സബ്സിഡി കൊടുത്തോട്ടെ, 20% ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പോഴത്തെ റേഷ്യോ മറിച്ചിടണം. ഇപ്പോൾ 80% ഫ്രീ ആയിട്ട് പഠിക്കുകയും 20% കാശ് വാങ്ങുകയും ചെയ്യണം. അതിന് പകരമായിട്ട് 20% അത്ര തന്നെ ഉണ്ടാവുള്ളൂ BPL നായക്കുള്ള ആൾക്കാരിപ്പോൾ. അപ്പോൾ 20% പേരിൽ നിന്ന് ഫീസ് വാങ്ങാൻ ഇനി അങ്ങനെ, അല്ലെങ്കിൽ സർക്കാർ ഒരു സ്കോളർഷിപ്പ് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ വലിയൊരു സമരം ഉണ്ടാവുകയും കുറേ കാലഘട്ടം കുറേ ആഴ്ചകളോളം അന്നത്തെ കോളേജ് സ്കൂളുകളൊക്കെ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. കാരണം ഞാനത് ഓർക്കാനുള്ള കാരണം ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തു. കാരണം അന്ന് ഞാൻ ശേഷം പൊളിറ്റിക്സിൽ താല്പര്യമുള്ളൊരു കാര്യം, അന്ന് ഞാൻ KSUവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ നിലക്ക് ഞങ്ങളൊക്കെ VM സുധീരൻ്റെയും മുല്ലപ്പള്ളിയുടെയൊക്കെ നേതൃത്വത്തിൽ ആ സമരത്തിൽ പങ്കെടുക്കുകയും വീട്ടിൽ വരികയും ചെയ്യും. വീട്ടിൽ വരുമ്പോൾ തിരിച്ച് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതേമാതിരി തന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായ ഒരു സംഭവമാണ് ഹോമിയോ സമരം. അത് MBS ഹോമിയോ സമരം. അത് സർക്കാർ അന്നും തലതിരിഞ്ഞ ഒരു പരിപാടി നടപ്പാക്കി ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ MBBS ഹോമിയോ എന്ന് പറഞ്ഞൊരു ഡിഗ്രി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കോഴിക്കോടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹോമിയോ കോഴ്സുകൾ തുടങ്ങി. അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഞങ്ങൾ സങ്കര വർഗം എന്നാണ് ഞങ്ങൾ ഇവർ പറഞ്ഞിരുന്നത്, മനസ്സിലായി. കാരണം ഹോമിയോ വിദ്യാർത്ഥികളും മറ്റുള്ള അവരൊക്കെ സർജറിക്കും മറ്റേതിനൊക്കെ വരികയും അവർ ഞങ്ങളുടെ കൂടെ MBBS വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അന്ന് വലിയൊരു സമരം അന്നുണ്ടായി. ആ സമരത്തിലൊക്കെ ഞങ്ങളൊക്കെ ദിവസങ്ങളോളം നിലനിന്നൊരു സമരമാണ് അതുണ്ടായത്. അന്ന് വൈസ് ചാൻസലർ പൂട്ടി ഇന്ന് കിടക്കണം അതേ സംഭവങ്ങളൊക്കെ അന്നുണ്ട്. വൈസ് ചാൻസലർമാരെ റൂമിലിട്ട് പൂട്ടലും ഗരാവും, അന്ന് എനിക്ക് കുറച്ചും കൂടെ രൂക്ഷമാണ് കാര്യങ്ങളൊക്കെ, ഗരാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമരങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന സമരങ്ങളുടെയൊക്കെ കാലഘട്ടം. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1973 ഞാൻ ബീഹാറിൽ പോയി MBBS ചേർന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ് ബീഹാറിൽ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളത്. അതെങ്ങനെ എത്തിപ്പെട്ട ഒരു അപ്ലിക്കേഷൻ ഫോം കണ്ട് അതിൽ അപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് അങ്ങനെ ഔട്ട്സൈഡ് വിദ്യാർത്ഥികളുടെ എന്നുള്ള ആൾക്ക് അവിടെ എത്തിപ്പെട്ടു. അന്നത്തെ പോക്ക് ഭയങ്കര രസകരമാണ്. ഇവിടെ നിന്നൊരു ട്രെയിൻ കയറുക, മദ്രാസിൽ പോവുക. ഇവിടെ ഏതായാലും എയർപോർട്ടിലല്ലോ കോഴിക്കോട്. അടുത്ത ട്രെയിൻ കയറുക, മദ്രാസിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കൽക്കട്ട. അത് 2 രാത്രി ട്രെയിനിൽ ചിലവാക്കണം. അത് കഴിഞ്ഞാൽ ഒരു ദിവസം കൽക്കട്ടയിൽ നിന്നതിന് ശേഷം രാത്രിത്തെ ട്രെയിനിന് പട്നക്ക് പോവുക. ഇതാണ് യാത്ര. റിസർവേഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു കമ്പ്യൂട്ടറും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്കൊരു ബർത്ത് കിട്ടും. ബാക്കി ബർത്തിന് വേണ്ടി തെണ്ടൽ തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ തെണ്ടുക, എന്നിട്ട് അന്വേഷിച്ച് നടക്കുക, ഏതെങ്കിലും പോർട്ടറെ പിടികൂടുക, എന്നിട്ട് പോർട്ടർ ചാടി കയറിയിട്ട് ഒരു അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു സീറ്റ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്ത് തരിക. എന്നിട്ട് നമ്മൾ അതിലൊക്കെ ഇരുന്ന്, അന്നത്തെ അറിയാലോ ചൂടും, അവിടെ AC ഒന്നും അല്ലല്ലോ, ഒരു AC അന്ന് ഒരു ട്രെയിനിലും AC ഇല്ല. ഫസ്റ്റ് ക്ലാസ് ഒന്നും AC അല്ല, അത് വെറും ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും. ഇവിടെ സെക്കൻഡ് ക്ലാസ്സിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തേർഡ് ക്ലാസ് ഉള്ള കാലഘട്ടം. അപ്പോൾ ആ തേർഡ് ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഈ അൺഹൈജീനിക് ആയിട്ടുള്ള ഓരോരോ സ്റ്റേഷൻ, എനിക്കിപ്പോൾ ഓർമ്മയാണ്. അന്ന് വോൾട്ടയർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ, വിജയവാഡ എന്നാണ് ഇപ്പോൾ പേര്, ഇപ്പോൾ അല്ലേ വോൾട്ടയർ വിജയവാഡ ആണല്ലോ. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, അതാണ് പിന്നത്തെ ഒരു സ്റ്റേഷൻ വരുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞ ഒരു കാടാണ്, നോർത്ത് ഇന്ത്യ അല്ലേ, നമുക്ക് അറിയാത്ത നമുക്ക് രുചി അറിയാത്ത ഭക്ഷണവും നമുക്ക് കാണാത്ത കാഴ്ചകളും അങ്ങനെ ആയിട്ടൊക്കെ നമ്മൾ പട്നയിൽ, അങ്ങനെ ആണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത് പട്നയിൽ. അപ്പോൾ എൻ്റെ പിതാവ് നല്ല ധൈര്യമുള്ള ഒരാളാണ്. മൂപ്പരെന്താക്കി ഒരു ചെറിയൊരു ഡ്രൈവറുണ്ട് ഞങ്ങളുടെ രാജൻ എന്ന് പറഞ്ഞാൽ, അയാളെ കൂട്ടിയിട്ടാണ് എന്നെ വിടുന്നത്. ഈ രാജനാണെങ്കിൽ ഇയാൾക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയാത്ത ഒരു തന്നെ മലയാളി ഒരു പയ്യനെ ഇവിടെ നിന്ന് കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പട്നയിൽ എത്തുന്നു. പട്നയിലെ സ്ഥിതി രസകരമാണ്. അവിടെ ബസ്സുമില്ല, ഓട്ടോറിക്ഷയില്ല, ഒന്നുമില്ല, റിക്ഷ മാത്രം. അതും 2 തരം റിക്ഷയാണ് അവിടെ ഉള്ളത്. ഒന്ന് കൈകൊണ്ട് വലിക്കുന്ന റിക്ഷ, കൈകൊണ്ട് വലിക്കുന്ന റിക്ഷ, ഒന്ന് ചവിട്ടി വലിക്കുന്ന റിക്ഷ. ഈ റിക്ഷയിലല്ലാതെ പോക്കില്ല. അങ്ങനെ നമ്മൾ ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിപ്പെടുന്നു. അവിടുത്തെ ഭക്ഷണം രക്ഷയില്ല. ഞാൻ തമാശ പറയും, ബീഹാർ പട്നയെ പറ്റിയിട്ട് അന്ന് ഞാൻ തമാശ പറയുന്നത് വെച്ചാൽ, പട്ന നഗരത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടാവില്ല. അവിടെ പവർ കട്ടാണ്, 16 മണിക്കൂറും പവർ കട്ടായിരിക്കും. അവിടെ ഇലക്ട്രിസിറ്റിയും വാട്ടറൊന്നും ഇല്ല. അവിടെ നമ്മൾ തമാശ പറയുന്നത്, അവിടെ പാമ്പ് കടിക്കും, അവിടെ പട്ടി കടിക്കും, അതിനേക്കാളുപരി അവിടെ മനുഷ്യർ കടിക്കും.
നല്ലൊരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ ചെല്ലുകയാണ്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ മുറ്റത്തൊരു വലിയൊരു മാവുണ്ട്. ആ മാവിൻ്റെ ഞാൻ കയറി ചെല്ലുമ്പോൾ ഡം എന്ന് പറഞ്ഞൊരു വെടി ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് വെടിവെച്ച് മാങ്ങ വീഴ്ത്തുകയാണ്. അപ്പോൾ എന്നെ അയാൾ വിളിച്ചു, ആവോ ക്യാ നാം ഹെ തുമാരാ, മേരാ നാം ഫസൽ. ഓക്കെ. അപ്പോൾ ഇയാളുടെ പേര്, ഇയാളവിടുത്തെ ഒരു ദാദയാണ്. ഇയാളവിടെ 8 കൊല്ലോ 10 കൊല്ലോ പഠിക്കുന്നത്, പാസ്സാവുന്നില്ല മൂപ്പര്. ആ മൂപ്പരെ ഹോബി എന്താണെന്ന് വെച്ചാൽ മാവിൻ്റെ മുകളിൽ നിന്ന് ശരിക്കുള്ള തോക്ക് ഉപയോഗിച്ചിട്ട് വെടിവെക്കില്ല. അപ്പോൾ അന്ന് നമ്മളൊന്നും തോക്കൊന്നും കാണാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ തോക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ തീരെ കാണാത്തൊരു കാലഘട്ടത്തിലാണ് ഇയാൾ തോക്കെടുത്തിട്ട് വെടിവെച്ചിട്ട് മാങ്ങ വീഴ്ത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞാൽ പോയിട്ട് മാങ്ങ എടുത്തുകൊണ്ട്, അയാൾ വെടിവെച്ച മാങ്ങ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അത്രയും ലോലെസ്നെസ്. പിന്നത്തെ ഒരു അനുഭവം, ഇന്നലെ ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചു ഈ മാസ് കോപ്പിങ്ങിനെ പറ്റിയിട്ട്. എൻ്റെ കൺമുമ്പിൽ നടന്നൊരു സംഭവം പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട് നിസാർ. അയാൾ നടന്നു പോകുമ്പോൾ ഈ ദാദന്മാരെ അയാളെ വിളിച്ചു, നിസാർ ഭായ് ഇതറാവെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, അപ്പോൾ ഇയാൾ പറഞ്ഞ് മറ്റുള്ളവരോട് പറയണം, ആജ് ബഹുത് പടാ ഹംനെ ലേക്കിൻ പൂരാ നഹീ ഹുവാ, കൽ ഇംതിഹാൻ ഹൈ, ഇംതിഹാൻ എന്ന് വെച്ചാൽ പരീക്ഷയാണ് നാളെ, और मेरे और मुझसे नहीं हो पाएंगे आप അപ്പിയർ ഹോ ജാവും. അതായത് എനിക്ക് പകരം നിങ്ങൾ അപ്പിയർ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കൺമുമ്പിൽ പിറ്റേ ദിവസം ഈ നിസാർ എന്ന് പറഞ്ഞ നമ്മുടെ പയ്യനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ പൂജോ സിംഗ് ടീം അവർക്ക് പകരം പരീക്ഷയ്ക്ക് വൈവക്ക് അപ്പിയർ ചെയ്യിപ്പിക്കുന്നു. ഇൻറ്റേർണൽ എക്സാമിനർക്കും എക്സ്റ്റേണൽ എക്സാമിനർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്തെന്ന് ഇയാൾ ആ ആളല്ല എന്നുള്ളത്. അതാണ് അവിടുത്തെ പരീക്ഷാ സമ്പ്രദായം. പരീക്ഷയ്ക്ക് വരെ മുഴുവൻ ആൾമാറാട്ടമാണ് നടക്കുന്നത്. അത് MBBS-ൻ്റെ സ്ഥിതിയാണ് പറഞ്ഞിരുന്നത്. അതാണ് അവിടെ ആ കാലഘട്ടത്തിൽ.